സച്ചി ഒരു അനാഥയാണെന്നുള്ള സത്യം അമ്മയുടെ വായിലൂടെ തന്നെ സച്ചി തിരിച്ചറിയുകയാണ്. താനൊരു അനാഥയാണെന്നും തന്നെ ദത്തെടുത്തതാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ സച്ചി ആകെ ഇല്ലാതായി പോവാണ്. താൻ ജീവനേറെ സ്വന്തം അച്ഛനെന്ന അഹങ്കാരത്തോടെ പറഞ്ഞെടുക്കുന്ന തന്റെ അച്ഛൻ ആരുമല്ല തനിക്കെന്ന് മനസ്സിലാക്കുമ്പോൾ സച്ചി ആകെ തളർന്നു പോവാണ് കേട്ടോ. ചന്ദ്രയും ഭാമയും മാറി നിന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണ് സച്ചി കേൾക്കുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും അർച്ചനയും വഴിപാട് കഴിക്കാൻ വേണ്ടി ചന്ദ്ര തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയെയും രേവതിയും മാത്രം അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത് കേട്ടപ്പോ ഭാമക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് ഭാമ പറയുന്നത്, സ്വന്തം മകനല്ലെങ്കിലും അവന് നീ മകനെ പോലെ കാണണം. ദത്തെടുത്തിട്ട് അവന് മകന്റെ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന്. അവിടെയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. സച്ചി ഇവരുടെ സ്വന്തം മകനല്ലെന്നുള്ളത്. ഇനി കഥകൾ കൂടെ കൂടെ മാറി മറിഞ്ഞ് അത് സുധിയിലോട്ട് എത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു എപ്പിസോഡ് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. സച്ചി അങ്ങനെ സ്വന്തം അമ്മയുടെ വായിലൂടെ തന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന നിമിഷം ആകെ ഇല്ലാതായി പോകുന്ന ആ ഒരു എപ്പിസോഡാണിത്. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കാം. ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ്. റോഡിൽ വെച്ച് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയെ കണ്ടുമുട്ടുന്നുണ്ട്. ചന്ദ്രയുടെ മൈൻഡ് ചെയ്യാത്ത പോക്ക് കണ്ടപ്പോ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഹാ ചന്ദ്രേ, ഇത് എന്തൊരു പോക്കാ, ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ആരെ ഇത്, യാമിനിയോ? ഞാൻ കണ്ടില്ല യാമിനി നിന്നെ. അത് പറഞ്ഞാൽ മാത്രം ഞാൻ വിശ്വസിക്കില്ല. അല്ലേലും ചന്ദ്രയ്ക്ക് പണമില്ലാത്തവരെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ. ദേ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. ഞാൻ നിന്നെ കണ്ടില്ലേ യാമിനി? തന്നെ നീ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞാലേ നീ കണ്ണുപൊട്ടത്തിയായിരിക്കും. നിനക്കിപ്പൊ എന്താ യാമിനി വേണ്ടത്? നിനക്ക് ഒരു ഉപദ്രവം ഇല്ലാതെ അതിലൂടെ നടന്നു പോവല്ലായിരുന്നു ഞാൻ. നീ വെറുതെ വഴക്കുണ്ടാക്കാനാണ് എന്നെ വിളിച്ചത്. അതിനൊന്നും അല്ല എന്റെ ചന്ദ്രേ. നീ ഇപ്പൊ നമ്മുടെ അസോസിയേഷൻ മീറ്റിങ്ങിന് പോവാറുണ്ടോ? ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. പണമുള്ള കാലത്ത് ഞാനും അസോസിയേഷനിലെ മെമ്പർ ആയിരുന്നു. ഇപ്പൊ എന്റെ മോന്റെ ബിസിനസ്സിൽ ഒരു തകർച്ച വന്നപ്പോ പണമില്ലാതായി. പണമില്ലാത്തവർക്ക് അസോസിയേഷനിൽ സ്ഥാനമില്ല. അപ്പൊ തന്നെ എന്റെ പേര് വെട്ടി. ശരിക്കും പറഞ്ഞ ഈ അസോസിയേഷനൊക്കെ പണത്തിന് വേണ്ടിയാ നടത്തുന്നത്. ഇതൊക്കെ നടന്നിട്ട് 2-3 മാസമായില്ലേ. ഇനിയും നീ ഇതിനോട് പറയുന്നേ? അല്ല, ചന്ദ്രമതിയൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. ചന്ദ്രമതിക്കും ഏത് നിമിഷവും ചിലപ്പോ അസോസിയേഷന് പുറത്തു പോകേണ്ടി വന്നാലോ. ദേ യാമിനി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട. എന്റെ വീട്ടിൽ കയറി വന്ന 2 മരുമക്കളെ പണക്കാര്. ഒരുത്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ ചെറിയ മകന്റെ ഭാര്യ. അവര് വലിയ കോടീശ്വരന്മാരാ. പക്ഷെ മൂത്ത മരുമകൾ മലേഷ്യയിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. മലേഷ്യയില് വലിയ ബിസിനസ്മാൻ ആണെന്നും അദ്ദേഹം സ്വന്തം മകളെ തിരിഞ്ഞു നോക്കില്ലെന്നൊക്കെയാ നാട്ടില് പറയുന്നത്. നാട്ടുകാരെ അങ്ങനെ പലതും പറയും. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? വേറൊന്നുമല്ല, ചെറിയ മരുമകൾ കുറച്ച് അഹങ്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് കരുതിയിട്ടേ ചന്ദ്രേ, നീ വല്ലാതെ അഹങ്കരിക്കണ്ട. അവളുടെ അമ്മ മഹിമ എന്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ടാ. അന്ന് മഹിമ എന്റെ ഫ്രണ്ടിനോട് പറയുവാണ്, എന്റെ മകൾക്കുള്ളത് മാത്രമേ ഞാൻ കൊടുക്കൂ. അത് വെച്ച് ജീവിക്കാന്ന് അവിടെ ഉള്ളവരാരും കരുതണ്ടാന്ന്. എന്ന് വെച്ചാ അവർക്ക് അവരുടെ മകളെയും നിങ്ങളുടെ മകനെയും മാത്രം ആവശ്യമുള്ളൂ. യാമിനി, വെറുതെ മഹിമയെ കുറിച്ച് നീ അനാവശ്യം പറയരുത്. മഹിമ നല്ലവളാ. നമ്മളെ കുടുംബത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവളാ അവള്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്തായാലും സൂക്ഷിച്ചു ചന്ദ്രേ, നിങ്ങളുടെ കുടുംബം ശിഥിലമായി പോവാതിരുന്നാ മതി. അവള് കരിനാക്ക് വളച്ചു പറഞ്ഞു, നിനക്കൊന്നും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടോടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? അല്ല ചന്ദ്രേ, ഞാൻ പറഞ്ഞതാ. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ മുന്നിലോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ പാടത്തിന് ചന്ദ്രമതി ഫോൺ എടുത്തിട്ട് ഭാമയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഭാമ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഭാമേ, നീ എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വാ. ചന്ദ്രേ, എന്താ നീ അടുത്ത പ്രശ്നം ഉണ്ടാക്കിയത്? നീ ഇങ്ങനെ വിളിക്കുമ്പോ ഓടിയെത്താൻ ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ല, എനിക്ക് ജോലിയുണ്ട്. ചന്ദ്രേ, ആവശ്യത്തിനാണെങ്കിൽ ഞാൻ വരാം. അല്ലാതെ നീ വെറുതെ എന്നെ വിളിച്ച് ടൈം വേസ്റ്റ് ചെയ്യല്ലേ. ആവശ്യത്തിനാണ് ഭാമേ, നീ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വാ. നിനക്കൂടി ഉപകാരമുള്ള കാര്യമാ. എനിക്കൂടി ഉപകാരമുള്ളതോ? അതെന്ത് കാര്യം? അതൊന്നും ഞാൻ ഫോണിലൂടെ പറയുന്നില്ല. നീ ഇങ്ങോട്ട് വാ. ഫോണിലൂടെ പറഞ്ഞാലേ അതിന്റെ ഭക്തി നഷ്ടപ്പെടും. ഭക്തിയോ? നീ എന്താ വല്ല കുടുംബ പൂജയും കഴിക്കുന്നുണ്ടോ? അങ്ങനെ ചിലതൊക്കെ കഴിക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് വന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ദേ, എപ്പ എത്തിയെന്ന് ചോദിച്ചാ മതി. ഇത് പറഞ്ഞുകൊണ്ട് ഭാമ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് രവി പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ചന്ദ്രേ, നീ ഇതെവിടെ പോയിരാ? ഞാൻ പറഞ്ഞില്ലേ രവിയേട്ടാ, അമ്പലത്തിൽ പോയതാ. അമ്പലത്തില്? അല്ല, നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? നമുക്ക് ഒരുമിച്ച് പോവായിരുന്നില്ലേ? നീ ഇങ്ങനെ തനിച്ചു പോയി വരണായിരുന്നോ? അതൊന്നും കുഴപ്പമില്ലേ രവിയേട്ടാ. ഞാൻ തനിച്ചു പോയതുകൊണ്ടേ ഞാൻ മാത്രമേ കേട്ടുള്ളൂ. എന്ത് കേട്ടെന്ന്? ഒന്നുമില്ല രവിയേട്ടാ. പിന്നെ രവിയേട്ടാ, ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചന്ദ്രേ? ദേ, ഇവിടെ വന്നിരുന്നേ. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നതേ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതിൽ കാര്യമുണ്ടോന്നും പറയണം. നീ ആദ്യം പറയ് ചന്ദ്രേ, എന്നിട്ടല്ലേ കാര്യം ഉണ്ടോ ഇല്ലേന്ന് മനസ്സിലാക്കുക. രവിയേട്ടാ, ഞാൻ വരുന്ന വഴിക്ക് ആ യാമിനിയെ കണ്ടിരുന്നു. ഏത് യാമിനി? എന്റെ രവിയേട്ടാ, നിങ്ങൾ മറന്നോ? ഇവിടെ അടുത്ത് താമസിക്കുന്ന യാമിനി ഇല്ലേ? ആ കരിങ്കണ്ണിച്ചി. അവളുടെ മോന്റെ ബിസിനസ് അല്ലേ ഇപ്പൊ അടുത്ത് തകർന്ന് തരിപ്പടായത്. ഇപ്പൊ അവര് ദാരിദ്ര്യരേഖക്കും താഴെ അവസ്ഥ. ആ ചെറുക്കനെ ഇഷ്ടം പോലെ പൈസയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറുക ചെയ്യരുത്. എത്ര പേര് കണ്ണുവെച്ച് വീഴ്ത്തിയിട്ടുള്ളത് അവളെന്നറിയോ? അവസാനം അവളുടെ മകനെയും ആരോ കണ്ണുവെച്ച്
ഇതൊക്കെ എന്തിനാ ചന്ദ്ര ഇപ്പൊ ഇവിടെ പറയുന്നത്? അത് മാത്രമല്ല ചന്ദ്രെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ നമ്മൾ ആനന്ദം കണ്ടെത്താൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടത്. ഓ പിന്നെ അവക്ക് ഞാൻ സഹായം ചെയ്തു കൊടുക്കാം. അവളുടെ കയ്യിൽ അരി വാങ്ങാൻ പോലും പൈസയില്ല, എന്നാലും അവളുടെ നാക്കടങ്ങിയിരിക്കില്ല. വരുന്ന വഴിക്ക് അവള് നമ്മളെ കുടുംബത്തെ ശപിച്ചിട്ടാ പോയത്. അതുകൊണ്ട് രവിയേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരുടെ പേരിൽ അർച്ചനയും വഴിപാടും കഴിക്കണം, പിന്നെ ഒരു ചെറിയ പൂജയും കഴിക്കണം. അയ്യോ ചന്ദ്ര, ഇതൊക്കെ കഴിക്കാൻ കുറെ പണം ആവില്ലേ? നമ്മുടെ കയ്യിൽ എവിടുന്ന് അത്രയൊക്കെ പണം? ഉണ്ടായിരുന്ന 50 ലക്ഷം രൂപ സുധി എടുത്ത് ആർക്കോ കൊടുത്തു. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യായിരുന്നു. ഇപ്പൊ എന്റെ കയ്യില് നമ്മുടെ ചെലവിനല്ലാതെ കാശൊന്നും എടുക്കാൻ ഉണ്ടാവില്ല. സച്ചിയുടെ കയ്യിലാണെങ്കിൽ ഇപ്പൊ കാശൊന്നും എടുക്കാൻ കാണില്ല. കാരണം അവൻ ഇപ്പൊ വീണ്ടും കാർ ഓടിക്കാൻ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അല്ലേനും നിങ്ങൾ അവനെ കാത്തിരുന്നാണോ ജീവിക്കാൻ നോക്കുന്നത്? അവനുണ്ടായി ഇല്ലെങ്കിലും കണക്കാ. നമ്മളൊന്ന് വീണു പോയാ തുള്ളി വെള്ളം പോലും തരാൻ അവനുണ്ടാവില്ല. ചന്ദ്രേ, ആളും തരം മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ നിനക്ക് ആദ്യം മുതലേ അറിയില്ല. അതുകൊണ്ട് സച്ചിയെ നിന്റെ മുന്നിൽ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലേനും നിങ്ങൾ അവന്റെ കാര്യം എന്നോട് പറയണ്ട. ദേ, കുറച്ച് കാശ് ഞാൻ വേണമെങ്കിൽ ശ്രുതിയോട് ചോദിച്ചു വെക്കാം. ശ്രുതിയുടെ അച്ഛൻ കാശ് അയച്ചിട്ടുണ്ടല്ലോ, അതിന്ന് കുറച്ച് കാശ് വെച്ച് നമുക്ക് എല്ലാം കഴിക്കാം. പിന്നെ ശ്രീകാന്തിനോടും കുറച്ച് ചോദിക്കാം. പിന്നെ രവിയേട്ടൻ എന്തെങ്കിലും ഒന്ന് തന്നാ മതി. എന്താന്ന് വെച്ചാ ചെയ്യ്. രവിയേട്ടാ പൂർണ്ണ സമ്മതത്തോട് സമ്മതത്താ. ആ ചന്ദ്രേ, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ശരി. അപ്പോഴാണ് കറക്റ്റ് ഭാമ കയറി വരുന്നത്. ചന്ദ്രേ, ആ ഭാമേ, നീ എത്തിയോ? പിന്നെ എത്താതിരിക്കോ? നല്ലൊരു കാര്യത്തിനല്ലേ നീ വിളിച്ചത്? ആ, അപ്പോഴേക്കും ഭാമ കാര്യം അറിഞ്ഞു അല്ലേ? അത് പിന്നെ രവിയേട്ടാ, ഞാൻ എന്തുണ്ടെങ്കിലും ഇവളോട് ആദ്യം കാര്യങ്ങളൊക്കെ പറയാറ്. ശരി ശരി, രണ്ടുപേരും നോക്കിയും കണ്ടൊക്കെ ചെയ്യ്. ഭാമേ, നീ വന്നേ, എന്റെ മുറിയിലോട്ട് ഇരിക്കാം. അതെന്താ ഇവിടെ വെച്ച് സംസാരിച്ച? ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, നീ വാ. ഇതും പറഞ്ഞ് ഭാമയെ കൂട്ടിക്കൊണ്ട് മുറിയിലോട്ട് പോകുന്നുണ്ട്. ഹോ, ഒന്ന് പതുക്കെ പിടി എന്റെ ചന്ദ്രേ, എന്തൊരു വേദന. ഞാൻ നിന്നെ പയ്യല്ലേ പിടിച്ചത്, നിനക്കെന്തോ ഇങ്ങനെ വേദനിക്കാൻ? ആ, അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. പറ. ആ സമയത്താണ് ഭാമയുടെ വയറിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഇതെന്തോ ഒരു ശബ്ദം? അത് പിന്നെ ചന്ദ്രേ, എന്റെ വയറ്റിലൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോ പിന്നെ കഴിച്ചിട്ട് വരാൻ പറ്റുമോ? രേവതിന്റെ കൈപ്പുണ്യം അത് ഒരു ഒന്നൊന്നരം തന്നെയല്ലേ. അത് കഴിച്ചിട്ട് പോവാന്ന് കരുതിയിട്ടാ ഞാൻ അവിടെ ഉണ്ടാക്കാതെ വന്നത്. ആ, അത് കുഴപ്പമില്ല, അത് ഞാൻ എടുത്തു തരാം. എന്നാ പിന്നെ താമസിക്കാത്ത നീ പറ ചന്ദ്രേ. അതെ, ഈ കുടുംബത്തിൽ എല്ലാവരുടെയും പേരില് അർച്ചനയും വഴിപാടും നടത്തുന്നുണ്ട്. നിന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്താന്ന് കരുതി. ഇത് കേട്ടപ്പോ തന്നെ ആകെ ഇമോഷണൽ ആവാട്ടോ ഭാമ. എന്തുപറ്റി ഭാമേ, നിന്റെ മുഖം ആകെ വാടിയ പോലെ? ഏയ് ഒന്നുമില്ല. നിനക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ നിന്റെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ. എന്നാ എനിക്ക് ആരുമില്ല. ഉണ്ടായിരുന്ന ഭർത്താവ് മരിച്ചും പോയി. പിന്നെ മക്കളൊക്കെ നമ്മളെ വീട്ട് പലയിടത്തും എത്തിയില്ലേ. ബാമേ, നീ വിഷമിക്കാതിരിക്കെ. അതിനല്ലേ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ നിന്നെ കൂട്ടിയത്. ചന്ദ്രേ, ഒന്നാലോചിച്ച നിന്നെപ്പോലെ ഒരു സഹോദരിയെ കിട്ടിയതിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് അറിയൂ. ഓ, അതേക്കുറിച്ചൊന്നും നീ പറയല്ലേ. എന്നാലും പണ്ടൊക്കെ ഇത് പറഞ്ഞ് പിന്നെ അവിടെ സ്റ്റോപ്പായിട്ട് കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. ആ അച്ഛാ, സച്ചി ഇന്ന് നേരത്തെയാണല്ലോ. ഇന്നെന്താ ഓട്ടം ഒന്നും ഇല്ലേ? ഇല്ല അച്ഛാ, ഓട്ടം തൽക്കാലം ഞാൻ മാറ്റിവെച്ചു. എന്താ നിന്റെ കയ്യില്? ഇത് കുറച്ച് പലഹാരമാ. പലഹാരോ? എന്ത് പലഹാരം? ആ, രേവതിക്ക് പലഹാരം കഴിക്കണം എന്നൊരു പൂതി. അപ്പൊ പിന്നെ ഭർത്താവായി ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? ആ, കൊടുക്കണല്ലോ, കൊണ്ടു ചെല്ലി. അയ്യോ, ഇത് രേവതിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ കാശ് കളയുന്നത്? അവൾക്ക് വേണമെങ്കിൽ അവൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താ പോരെ. ഇവിടെ എല്ലാവരും കഴിക്കുമ്പോ നിന്നെ ഓർക്കാറുണ്ടോ? അതൊന്നും കുഴപ്പമില്ല അച്ഛാ. ഞാൻ വാങ്ങുമ്പോ എല്ലാവരുടെയും വയറ് നിറയണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. അവരെന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ. രേവതി, രേവതി. സച്ചിയേട്ടനോ? സച്ചിയേട്ടൻ എന്താ ഇപ്പൊ ഇവിടെ? അതോളാട്ടോ, എനിക്ക് എന്റെ വീട്ടിലേക്ക് എപ്പോ വേണമെങ്കിലും കയറി വന്നൂടെ? അല്ല, ഈ സമയത്ത് സദാ ഇവിടെ ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, നിനക്കിന്ന് പൂവിക്കാനൊന്നില്ലേ? ഉണ്ടായിരുന്ന പൂവൊക്കെ ഞാൻ വിറ്റു. ഇനിയിപ്പൊ നാളേക്കും ഉണ്ടാവും. എന്നാ പിന്നെ ഇത് പിടിക്കേ, ചൂടോടെയുള്ള നീ ചോദിച്ച പലഹാരം. അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ. ആ, എല്ലാവർക്കും വാങ്ങിച്ചു. ആഹാ, അതേതായാലും നന്നായി. ഞാനും കരുതിയതാ എല്ലാവർക്കും വാങ്ങിക്കണമെന്ന്. ആ, എന്നാ പോയിട്ടെ എല്ലാവർക്കും ചൂട് ചായ എടുക്ക് രേവതി. അതൊക്കെ എപ്പ റെഡിയായി, ഞാനിപ്പൊ കൊണ്ടുവെക്കാം. ഇതും പറഞ്ഞ് നേരെ പോയിട്ട് അടുക്കളയിൽ നിന്ന് ചായ എടുത്തോണ്ട് വരുന്നുണ്ട് രേവതി. അല്ലച്ചാ, അമ്മയെ കാണാനില്ലല്ലോ. നിന്റെ അമ്മയ്ക്ക് ഈ പഴംപൊരി എന്ന് വെച്ച ജീവനാ. ഒരു കാര്യം ചെയ്യ്, നീ ഇത് നിന്റെ അമ്മയ്ക്ക് കൊണ്ടുകൊടുക്ക്. ഞാനോ? അതെന്നാ നിനക്ക് കൊണ്ടുകൊടുത്താ? നീയല്ലേ ഇത് വാങ്ങിച്ചത്? ആ സമയത്താണ് സുധിയും ശ്രുതിയും വരുന്നത്. ഹേ, ഇതെന്ത് പഴംപൊരിയാ? ഓ, ഇവനെന്താ മണം പിടിച്ച് വരാത്തെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്റെ സുധി, നമുക്കൊരു 1000 പഴംപൊരി വേണമെങ്കിൽ വാങ്ങി കഴിക്കാം. നീ ഇങ്ങനെ ആർത്തി പിടിക്കാതെ. 1000 പഴംപൊരി എന്ന് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് കിട്ടില്ല. കിട്ടുമ്പോഴേ ഇത് കഴിക്കാൻ പറ്റൂ. ഇതേ നമ്മുടെ കൃഷ്ണ ബേക്കറിയിലെ അടിപൊളി പഴംപൊരിയാ. നീ കഴിച്ചിട്ടില്ലല്ലോ ശ്രുതി, ഒന്ന് കഴിച്ചു നോക്ക്. ശ്രുതി, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയാതെ അതെടുത്ത് കഴിക്കാൻ നോക്ക്. സച്ചി, നീ എന്റെ മനസ്സറിഞ്ഞ പഴംപൊരി കൊണ്ടുവന്നത്. ആരുടെ മനസ്സറിഞ്ഞ്? ഞാൻ നിന്റെ മനസ്സറിഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല.
രേവതിക്ക് പഴംപൊരി കഴിക്കാൻ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാ. ഓ, ആർക്കായാലെന്താ, ഇതിപ്പോ ഒരുപാട് പേർക്ക് എടുക്കാനുള്ളതുണ്ടല്ലോ. കഴിക്ക്. ആ അച്ഛാ, പഴംപൊരി ഇവൻ കൊണ്ടു കൊടുത്തോളും. എടാ, ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക്. ഞാനാ? നീ കൊണ്ടു കൊടുക്ക്. എടാ, ഇതൊന്ന് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് നീ എത്ര വേണമെങ്കിലും കഴിച്ചോ. ആണോ? എന്നാത്താ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ഏയ് വേണ്ട, ഇത് സച്ചിയല്ലേ കൊണ്ടുവന്നത്, സച്ചി എന്നെ കൊണ്ടു കൊടുക്കട്ടെ. എടാ, ഇത് നീ നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക്. അച്ഛാ, അത് വേണോ? ഞാൻ കൊടുത്താൽ ചിലപ്പോ അമ്മ കഴിക്കില്ല. പഴംപൊരിയല്ലേ. അതെ, ഏത് ശത്രു കൊടുത്താലും അവള് കഴിക്കും. പിച്ചക്കാരനാണെങ്കിലും അവള് കഴിച്ചിരിക്കും. കൊണ്ടു ചെല്ല്. ആ പിന്നെ അവിടെ ബാമയുണ്ട്, അവക്കൊരെണ്ണം എടുത്തോ. ചെല്ല്. അങ്ങനെ സച്ചി അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും ബാമയും സംസാരിക്കുന്നതാണ്. ചന്ദ്രേ, എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ മരുമക്കളുടെ വീട്ടുകാരെയും കൂടി വിളിച്ചൂടെ? അത് ഞാൻ ആലോചിക്കാനിട്ടല്ല, പിന്നെ ആലോചിച്ചപ്പോ ശ്രുതിയുടെ വീട്ടുകാരൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ ആരാ? വർഷയുടെ വീട്ടുകാരാ. അവരാണെങ്കിൽ ഏത് സമയവും തിരക്കായിരിക്കും. അവർക്കൊന്നും ഇതിന് വരാൻ പറ്റിയെന്ന് വരില്ല. അല്ല, അപ്പൊ നിനക്ക് വേറൊരു മരുമകളില്ലേ? രേവതി, അവളുടെ വീട്ടുകാരെ വിളിച്ചൂടെ? പിന്നെ എന്റെ പട്ടി വിളിക്കും. കാക്കാശിന് ഗതിയില്ലാത്തവർക്ക് നമ്മൾ പൂജ കഴിച്ചു കൊടുക്കണോ? അതെന്താ നീ അങ്ങനെ പറയുന്ന ചന്ദ്രേ? നല്ലൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ലേ? ഇതൊക്കെ ദൈവകോപമാണ് കേട്ടോ. ആ പേരിലെ എന്നെ ദൈവം കോപിക്കുകയാണെങ്കിൽ കോപിക്കട്ടെ. എന്നാലും അവളുടെ വീട്ടുകാരെ ഞാൻ വിളിക്കില്ല. അല്ല, അവളുടെ വീട്ടുകാരെ മാത്രോ? സച്ചിയെയും രേവതിയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ട് പോലുമില്ല. എന്നാ ഇത് കേട്ടോണ്ടാണ് സച്ചി വരുന്നത് കേട്ടോ. അപ്പൊ ബാമ പറയുന്നുണ്ട്, എന്നാലും ചന്ദ്രേ, സച്ചി നിന്റെ മകൻ തന്നെയല്ലേ? എന്റെ മകനോ? അവനെങ്ങനെ എന്റെ മകനായി വരും? എന്നാ ഇത് കേട്ടപ്പോ തന്നെ ആകെ ഷോക്കായിട്ട് ഒരു നിമിഷം നിന്ന് പോവാട്ടോ സച്ചി. എല്ലാവരുടെയും മുന്നിൽ അവൻ എന്റെ മകനാ, പക്ഷേ ജന്മം കൊണ്ട് അവൻ എന്റെ മകനല്ല. ഇനി ഞാൻ അങ്ങനെ അംഗീകരിക്കാനും പോകുന്നില്ല. ചന്ദ്രേ, ഇതൊന്നും ശരിയല്ല കേട്ടോ. സച്ചിയെ ദത്തെടുത്തതാണെന്നുണ്ടെങ്കിലും സച്ചി എല്ലാ അവകാശത്തോടും കൂടി വളർത്തേണ്ടത് നീ ഒരു അമ്മ മാത്ര. എന്നിട്ട് നീ അവനക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ എങ്ങനെയാ ബാമ അവനക്ക് പ്രാധാന്യം കൊടുക്ക? എന്തായാലും എനിക്ക് എന്റെ മക്കളെക്കാൾ വലുതല്ല അവൻ. എന്നാ ഇത് കേട്ടിട്ട് സച്ചി ആകെ ഇല്ലാതായി പോവാട്ടോ. കയ്യിലുണ്ടായിരുന്ന പഴംപൊരി താഴേക്ക് വീഴുന്നുണ്ട്. സച്ചി ആണെന്നുണ്ടെങ്കിൽ അറിയാതെ താഴെ ഇരുന്നു പോവാണ്. എന്നിട്ട് സച്ചി പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. അപ്പൊ ബാമ പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്റെ ഈ സംസാരം ആരെങ്കിലും കേട്ട് വന്നാ? കേൾക്കുന്നവര് കേക്കട്ടെ, എത്രയെന്ന് വെച്ചിട്ട് അവന് സഹിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. അതിന്റെ അങ്ങേപ്പുറം വിട്ടു കഴിഞ്ഞാലേ പിന്നെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. അവനെ എന്നെ എന്റെ ഭർത്താവിനെ ചവിട്ടി മെതിക്കുക. അവന്റെ സ്വന്തം അച്ഛനാണെന്ന വിചാരം. അങ്ങേര് അവന് അച്ഛനും ആവില്ല, ഞാൻ അവന് അമ്മയും ആവില്ല. അങ്ങേരുടെ നിർബന്ധത്തിനാ അന്ന് അവനെ ദത്തെടുത്തത്. അന്നൊക്കെ എനിക്ക് അവനോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കൂടുതോറും അവൻ എനിക്ക് നാണക്കേട് മാത്രം ഉണ്ടാക്കിയത്. ആ നാണക്കേട് മറച്ചു വെക്കാനാ അവൻ അമ്മയെ ഏൽപ്പിച്ചത്. എന്തായാലും ഞങ്ങളുടെ കുടുംബമല്ല അവര്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ വഴിപാടില് സച്ചിയെയും അവന്റെ ഭാര്യയും ഉൾപ്പെടുത്തണ്ട. എന്താന്ന് വെച്ചാ നീ ചെയ്യ്. എന്തായാലും നീ അവനെ മാത്രം ഒഴിച്ചു നിർത്തുമ്പോ ദേവിയേട്ടൻ നിന്നോട് ചോദിക്കും. അത് മാത്രമല്ല, ബാക്കി എല്ലാവരെയും നിന്നോട് തിരക്കും, എന്തുകൊണ്ടാണ് അവനെ മാത്രം ഒഴിവാക്കിയതെന്ന്. അപ്പൊ നീ നിന്റെ മക്കളോട് സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. ഒരു കാര്യം നീ ഓർത്തോ, സച്ചി നല്ലവനാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ നിന്നോട് സ്നേഹമുള്ളവനാ. നീ അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ബാമേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ അവനെ കുറിച്ച് നല്ലത് മാത്രം നീ പറയല്ലേ. നീ എന്തെങ്കിലും ചെയ്യ് ചന്ദ്രേ. എന്തോ സച്ചിയും രേവതിയും ഇല്ലാത്ത ഈ പൂജയ്ക്ക് പങ്കെടുക്കാൻ എന്റെ മനസ്സ് പൂർണ്ണമായും തൃപ്തിപ്പെടുന്നില്ല. എന്നാ പിന്നെ നീ പൊയ്ക്കോ, നിന്നെ വിളിച്ച എന്നെ വേണം പറയാൻ. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടുന്ന് പോവാണ് കേട്ടോ. എന്നാ അവിടെ താഴെ ഇരിക്കുന്ന സച്ചിയെ മാത്രം ചന്ദ്ര കാണുന്നില്ല. എന്നാ മുറിയിൽ നിന്നും രണ്ടാമത് ബാമയാണ് ഇറങ്ങുന്നത്. അപ്പൊ തന്നെ പൊട്ടി പൊട്ടി കരയുന്ന സച്ചിയെ കാണിക്കുന്നുണ്ട്. എന്നാ ബാമ ഈ മോങ്ങി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ബാമ താഴേക്ക് നോക്കുമ്പോ സച്ചി അവിടെ വീണ് കരയുന്നതാണ് കാണിക്കുന്നത്. സച്ചി മോനെ, നീ എന്താ ഇവിടെ? ആ സമയത്ത് സച്ചി പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. സച്ചി, നീയെല്ലാം കേട്ടോ? എന്തിനാ ആന്റി എന്നോട് ഇത് മറച്ചു വെച്ചത്? സച്ചി, അത് പിന്നെ വെറുതെ ആയിരുന്നില്ലല്ലേ എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഇല്ലാതിരുന്നത്? അവരെന്റെ സ്വന്തം അമ്മ അല്ലാത്തതുകൊണ്ടാണല്ലേ? ഞാൻ അവരുടെ വയറ്റിൽ പിറന്നതല്ലോ. അപ്പോ എന്റെ അച്ഛൻ എന്റെ സ്വന്തം അല്ലേ ആന്റി? സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? നീ അവിടെ നിന്ന് എഴുന്നേറ്റ്, നമുക്ക് ചന്ദ്രമായിട്ട് സംസാരിക്കാം. വാ. വേണ്ട ആന്റി, ഇതേക്കുറിച്ച് അമ്മ അറിയണ്ട. ഞാനിതൊന്നും അറിഞ്ഞത് അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല. അതെങ്ങനെ ശരിയാവും? നിന്റെ അമ്മ അറിയണം. വേണ്ട ആന്റി, അതറിയാത്തോടത്തോളം കാലം എനിക്ക് എന്റെ അമ്മയുടെ മകനായി ജീവിക്കാലോ, എന്റെ അച്ഛന്റെ മകനായും. എന്നെങ്കിലും ആരെങ്കിലും അറിയുന്ന നിമിഷം വന്നാ ഞാൻ ഈ വീടിന് പുറത്താവില്ലേ? ഞാൻ കാണിച്ച അധികാരവും എന്റെ അച്ഛനെ കാണിച്ച സ്വാതന്ത്ര്യമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയില്ലേ ആന്റി? മോനെ സച്ചി, ആന്റി അങ്ങോട്ട് പൊയ്ക്കോ. ആന്റിയെ കാണാതിരുന്ന അമ്മ തിരക്കി വരും. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് വിഷമിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാമ ചന്ദ്രയുടെ അടുത്തോട്ട് വരുന്നതാണ്. ആ ബാമേ, ഇവിടുന്ന് സച്ചി പഴംപൊരി കൊണ്ടുതരാൻ അങ്ങോട്ട് വന്നെന്ന് കേട്ടു. നീ അവൻ അവിടെ കണ്ടോ? ഇല്ല. ഹോ, എന്റെ പഴംപൊരി അവൻ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നത്. ആ സമയത്ത് ബാമയുടെ കണ്ണീന്ന് കണ്ണുനീരിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ബാമേ നീ കരഞ്ഞോ? ഏയ്, അതെ, എന്റെ കണ്ണിലെന്തോ പ്രാണി പോയതാ. ഓ അങ്ങനെ,
എന്നാ പിന്നെ വെള്ളത്തിലൊന്ന് കഴുകി. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ സച്ചിയെ കാണാതാവുന്നുണ്ട്, സച്ചിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിന്റെ ബാക്കി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.